ഇന്നാൾ കുട്ടി കിടന്നുറങ്ങുമ്പോൾ കമലൂടിയമ്മ പറയേ, ദോക്ക് ജാനുവേ, നീ കഥ എഴുതിയിട്ട് കാലം മറന്നൂലോന്ന്. നീയല്ലേ പണ്ട് ഒന്നാം തരം ഒരു കഥ എഴുതിയിട്ട് നർമ്മദയ്ക്ക് അയച്ചത്. ഇപ്പോൾ അതൊക്കെ നീ മറന്നോ? എഴുതിയെന്ന് പറയണത് ശരിയല്ല കമലൂടിയമ്മേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നത് കമലൂടിയമ്മ കടലാസിൽ എഴുതി കൂട്ടി നർമ്മദയ്ക്ക് അയച്ചു. അത്രയല്ലേ ഉള്ളൂ. ഞാൻ എഴുതിയെന്ന് പറയാൻ വെക്കോ? അപ്പോൾ കമലൂടിയമ്മ പറയണ്, അങ്ങനെയാച്ചാ അങ്ങനെ ആവട്ടെ, ഇനിയും ഒരു കഥ പറഞ്ഞതാ ഞാൻ എഴുതാന്ന്. എൻ്റെ കഥയൊക്കെ കഴിഞ്ഞില്ലേ കമലൂട്ടിയമ്മേ? എൻ്റെ ചെയിനും പോയി, 3 കല്ല് വെച്ച കമ്മലും പണയം വെച്ചു. ഇനി എനിക്ക് എന്ത് കഥയാ? ഇനി ഈ ഡൽഹിയിൽ കുറച്ച് കൂടട്ടെ, ഉണ്ടാവാലോ കഥയൊക്കെ. 4 കാശ് ഉണ്ടാക്കിച്ചിട്ട് പോന്ന എന്നെയാ. ഇല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടടിച്ച ഞാൻ വിടില്ല നാടും കൂടിയും. ഈ പരിഷ്കാരവും പട്ടണവും ഒന്നും കണ്ടൂടാ. ഇക്കൊട്ട് പരിഷ്കാരിയാവും വേണ്ട. തെക്ക് വയലിലെ ദാക്ഷായണിയെ കണ്ടില്ലേ ഇപ്പോൾ? എന്തൊരു മുഖശ്രീയാർന്ന്. ഇപ്പോഴോ തലയും ചപ്രച്ചിട്ട് ചെട്ടിച്ചോളുടെ ചോന്ന ചേലയും ചുറ്റിയിട്ട് ഒരു പൂതം പോലെ ഓടിപ്പാഞ്ഞ് നടക്കണുണ്ടോ? ഗ്രാമസേവയാത്ര. ഇതെന്ത് സേവയാ? ഞാൻ അവളോട് ചോദിച്ചു, ഇതെന്ത് സേവയാ ദാക്ഷായണിയെ? ഈ ഗ്രാമസേവ എന്ന് വെച്ചാ ഒളിസേവ എന്ന് കേട്ടിട്ടുണ്ട്, ഇത് കേട്ടിട്ടില്ല കേട്ടോ. ഓളപ്പോൾ അങ്ങ് ഇല്ലാണ്ടായി. ഞാൻ അപ്പളേ പറഞ്ഞടക്കണോ ഓളുടെ അമ്മയോട്. അതൊരു പാവം തളയാണേ. കുറ്റൊക്കെ ആ കോന്ത്രമല്ലൻ്റെയാ. ആ രാമനായരില്ലേ, ദാക്ഷായണിയുടെ അമ്മാമ്മ, അയാൾക്ക് കാശിച്ച ജീവന്. അപ്പം ഞാനെന്തേ പറഞ്ഞു വന്ന്, ആ ദാക്ഷായണിയുടെ തള്ള ഇന്നലെ വൈകുന്നേരം വിളിച്ചു. ഞാൻ ചിറയിൽ കുളിക്കാൻ പോയിരുന്നേ, അമ്പലച്ചിറയിൽ. എനിക്ക് കുളവും കിണറും ഒന്നും പിടിക്കില്ല. എനിക്ക് നല്ല വൃത്തിയുള്ള വെള്ളം തന്നെ വേണം കുളിക്കാൻ. പിന്നെ ഞാനൊരു കെട്ട് തുണിയും കൊണ്ടല്ലേ പോക്ക്. നിത്യം ഒരു 30 തുണി ഉണ്ടാവും തിരുമ്പാൻ. അതോ ഒന്നെങ്കിലും ശരിയായില്ല ചായക്ക് വല്യമ്മയുടെ ചീത്ത കേൾക്കാം വയറ് നിറച്ച്. വല്യമ്മയുടെ മട്ട് കമലൂടിയമ്മയ്ക്ക് അറിയാമല്ലോ, തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല. പക്ഷേ ദാ ഒന്നും ഉള്ളിൽ നിൽക്കില്ല. അതുകൊണ്ട് തൊള്ള പൊളിക്കണമെന്നേ ഉള്ളൂ. എപ്പോൾ ചോദിച്ചാൽ എനിക്ക് കാശ് തരും. ചിലപ്പോൾ വല്യമ്മയുടെ ചെല്ലത്തിൽ കാശുണ്ടാവില്ല. പിന്നെ എങ്ങനെ തരാനാ? എന്തൊരു സ്ഥായിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ലായിരുന്നോ എന്ന് തോന്നാം. കാശാ വലുത് അതോ സ്ഥായിയാ? എനിക്കിവിടെ അസ്ഥിത ഒന്നുമില്ല. എനിക്ക് സുഖം തന്നെയാ കമലൂടിയമ്മേ. ഇവിടേക്ക് ഒന്നിൻ്റെയും കുറച്ചിലില്ല. ഗുരുവായൂരപ്പനാണ് സത്യം, എനിക്ക് സുഖമാണ്. എന്നാലും അവനവൻ്റെ നാടും കൂടിയും വിട്ട് ഇത്ര ദൂരം വരേണ്ടിയില്ലായിരുന്നെന്ന് എനിക്ക് തോന്നാം. എൻ്റെ ഒരു തോന്നൽ. എനിക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് തോന്നുക. കമലൂട്ടിയമ്മേ, എനിക്ക് വല്ല പഠിപ്പുണ്ടോ? എൻ്റെ അമ്മാവൻ വേലൂട്ടിയായരേ, വേലുമാമ പറയാറുണ്ട്, ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണും സ്കൂളും പോവില്ല, സിനിമാ കൊട്ടയിലേക്കും പോവില്ല. പെണ്ണുങ്ങളായ കുറേ അടക്കോ ഒതുക്കോ വേണം, ബാക്കി ഒന്നുമില്ലെങ്കിലും സാരില്ല. ഞങ്ങൾ പാവിട്ടംകുലങ്ങര വേലയ്ക്ക് വേലോമ്മ കാണാണ്ട് പോയിട്ട് മടങ്ങണ നേരത്ത് ആ തോട്ടിക്കൂടിയുണ്ട് നടന്നുകൊണ്ട് വരണം. ആര്? അമ്മാമ്മ. ഓ, അമ്മാമ്മയെ കണ്ടിട്ടില്ലല്ലോ കമലൂടിയമ്മ. എന്തൊരു ശൂരപുരുഷനായിരുന്നു. ഞാനും എൻ്റെ അനിയത്തിക്കുട്ടിയും കിടന്ന് വിറയ്ക്കുക. പിന്നോക്കം പോവാനും വയ്യ, ഒറ്റടി മുമ്പിക്ക് വയ്ക്കാനും വയ്യ. അങ്ങനെ ഒരു സ്ഥിതി. എൻ്റെ ഗുരുവായൂരപ്പ, ഇക്ക് അന്ന് കിട്ടിയ തല്ലും കിഴുക്കും ഇക്കിപ്പോൾ ആലോചിച്ചാൽ തന്നെ തല തിരിയണു. എന്തേ കമലൂട്ടിയമ്മേ? കഥ പറയാൻ പുറപ്പെട്ട് ഇപ്പോൾ പാവിട്ടങ്ങളങ്ങനെ വേലയ്ക്ക് പോയതാ പറയണം. അത്രയ്ക്കുണ്ട് എൻ്റെ ബുദ്ധി. എനിക്ക് പഠിപ്പൊന്നും ഇല്ലല്ലോ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാമായിരുന്നു. ആ സുകുമാരൻ മാഷില്ലേ നൊണ്ടിക്കാലൻ, കുറേ പറഞ്ഞതാ ഞാൻ പഠിപ്പിക്കാം, ഞാൻ നിന്നെ വലിയ കേമത്തിയാക്കാന്നൊക്കെ. എനിക്കുണ്ടോ സമയം കിട്ടണോ? പൊലച്ച് തുടങ്ങണ പണി രാത്രി എപ്പോഴും അവസാനിക്കുക. പാത്രം മോറി കൊടുക്കുമ്പോൾ 11 അടിക്കണത് കേൾക്കാം. എന്നിട്ടല്ലേ ഇംഗ്ലീഷ് പഠിക്കുക. അയാൾ അത്ര നല്ലവനൊന്നും അല്ല കമലൂടിയമ്മേ. എന്നെ കണ്ടോടം വെച്ച് മാടി വിളിക്കല തൊഴിൽ. എന്നിട്ട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. മാസപ്പടി എത്രയാ? എന്തേ കയ്യിൽ തോലൊക്കെ പോയേ? ഇങ്ങനെ ജോലിയെടുത്താൽ ശരീരം മോശമാവില്ലേ എന്നൊക്കെ. വല്ലാത്തൊരു മനുഷ്യൻ. എനിക്ക് പിന്നെയാണ് മനസ്സിലായത് അയാളൊരു മോശക്കാരനാന്ന്. എന്നോട് പണിക്കരാ പറഞ്ഞു തന്നത്, മരുന്നുകാരൻ പണിക്കർ പറഞ്ഞു, സുകുമാരൻ മാഷ് കമ്മ്യൂണിസ്റ്റാത്രേ, അയാളായിട്ട് ലോകം കൂടണ്ട, അത് ഗ്രഹപ്പിഴയിലേ കലാശിക്കുമെന്ന്. എനിക്ക് ആരായിട്ട് ലോകമില്ല.
പണിക്കരെ ആരോഗ്യം കുറച്ചൊക്കെ ഉണ്ടേനി എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്ന് പണിക്കര്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ തലയിടണ്ട പണിക്കരെ, നിങ്ങളേക്ക് ചെലവിന് തരണില്ലല്ലോ. അയാളപ്പം അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്നിട്ട് എന്താ ഉണ്ടായെന്ന് കേൾക്കണോ കമലൂടിയമ്മേ? ആ പറഞ്ഞതിൻ്റെ 3-ാം പക്കം ഞാൻ ചെറിയ കുളിക്കാൻ പോകുമ്പോൾ പണിക്കരുണ്ട് വരണു പൂത്ത ചിറിയും കൊണ്ട്. എന്നിട്ട് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒറ്റ പരുങ്ങൽ. എന്താ പണിക്കരെ ഞാൻ ചോദിച്ചു, എന്താ ഇന്നൊരു പരുങ്ങൽ? അയാൾ പിന്നെയും ചിരിക്കുക. അയാളുടെ ചിറി കണ്ടാൽ തന്നെ കാക്കരിച്ച് മുഖത്ത് തുപ്പാൻ തോന്നും. പല്ലും തേക്കില്ല ആ ശ്രീകരൻ. കോന്ത്രമല്ല ദൈവം തന്നേച്ചാൽ അത് സ്വീകരിക്കുക. പക്ഷെ അത് മുക്കേറിയിട്ടൊന്ന് തേച്ചാൽ എന്താ നഷ്ടം? എനിക്ക് വൃത്തിയില്ലാത്തവരെ കണ്ടൂടാ കമലൂട്ടിയമ്മേ. വൃത്തിയും വെടുപ്പും ഇല്ലെങ്കിൽ എന്തിനാ നായർ ജാതിയിൽ ജീവിക്കണത്? കുളത്തിച്ചാടി അങ്ങോട്ട് ചത്തൂടെ? അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തരുന്നേ? പണിക്കൊരു പരുങ്ങൽ. ജാനുവേ അയാൾ വിളിക്കുക ഇന്നെ. അത്രയ്ക്കൊന്നും വേണ്ട പങ്കം പറമ്പത്തെ ശങ്കരമണിക്കരെ. ഞാൻ പറഞ്ഞു, എനിക്ക് കലിയിളകി. ഇന്നെ ജാനു എന്ന് വിളിക്കുക അയാൾക്ക് എന്ത് അധികാരാ? അപ്പോൾ അയാൾ പറയാ, എൻ്റെ ജാനുവേ എനിക്ക് അതിനുള്ള അധികാരം ജാനു തരുമോന്ന്. നിങ്ങൾ പറയണതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ലാന്ന് ഞാനും. ഇന്നെ കല്യാണം കഴിക്കണമെന്ന് പണിക്കര്. നിങ്ങൾക്കല്ലേ ഒരു ഭാര്യ 5-6 കുട്ടികളോ? അവറ്റെയൊക്കെ കുളത്തിൽ കൊണ്ടിടാനാ ഭാവമെന്ന് ഞാൻ ചോദിച്ചു. ഭാര്യ നല്ല ഭാര്യയാ പണിക്കര് പറയാ. അതൊരു ഭാര്യ തന്നെയാ. ഇന്നെ കൊല്ലണേൻ്റെ സമയക്ക് അതിനെ തൊടണത്. ഒരു വർക്കത്തില്ലാത്ത സാധനം. വായിലെ നാവും മഹാമോശം. ഞാൻ ഇത്ര നാളും തിക്തം കഷായം കുടിക്കണ പോലെ അങ്ങോട്ട് ജീവിച്ചതാ അതിൻ്റെ കൂടെ. ഇഞ്ഞിക്ക് വയ്യ. കുറച്ച് സുഖവും അനുഭവിക്കാൻ എനിക്ക് മോഹമായി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര കാലം കുടിച്ചില്ലേ പണിക്കരെ ആ തിക്തം, ഇനിയും കുറേ കാലം കുടിക്കുക. കഷായം ചെല്ലട്ടെ കുറേ അകത്ത്, ശരീരം നന്നാവൂലോന്ന്. അയാൾ അങ്ങോട്ട് ഇല്ലാണ്ടായി. എന്നോടാ ശൃംഗരിക്കണ. എനിക്ക് കൂട്ടരെ കണ്ടൂടാ കമലൂട്ടിയമ്മേ. പെണ്ണുങ്ങളുടെ പേര് കേടുവരുത്താൻ വേണ്ടി ഓരോരോ കോമാളിത്തവും കാട്ടി നടക്കണവരെ എനിക്ക് കണ്ടൂടാ. കല്യാണം അത്രേ, കല്യാണം സ്വയംവരാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു കലി ഇളകണം. എൻ്റെ കാലിലെ പെരുവരിൽ മൊത്തം തല വരെ ഒരു തരിപ്പ് കയറണം. അത് വന്നാൽ പിന്നെ ഞാൻ സ്വന്തം ഭദ്രകാളിയാ. തച്ചോ കൊന്നോ എന്നൊന്നും പിന്നെ നോട്ടമില്ല. എന്തേ കമലൂട്ടിയമ്മ ചോദിച്ച്? കമലൂട്ടിയമ്മയുടെ ദേഷ്യം വരെ. ഇതെന്ത് കഥയാ? ഈ ജമ്മം കമലൂട്ടിയമ്മയുടെ ദേഷ്യം വരുമോ? നിങ്ങളുടെ തറവാട്ടിൽ ആരോടും ഒരിക്കലും ഒരു ദേഷ്യം തോന്നില്ല. ആ തറവാട്ടിൽ കിടന്നങ്ങ് ചാവണമെന്നേ മോഹമുള്ളൂ. 2 കാശുണ്ടായതും അവിടുന്നാ, ഞാനൊരാളായതും അവിടുന്നാ. ആവോ എൻ്റെ കമലൂട്ടിയമ്മേ, ഇങ്ങനത്തെ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കണമല്ലോ. കഥയാ? ശരി തന്നെ. കഥയുടെ കാര്യങ്ങൾ മറന്നു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഇപ്പൊക്കെ എല്ലാം മറക്കല എൻ്റെ തൊഴിൽ. ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. അന്ന് കമലയുടെ അമ്മ പെറ്റി കിടക്കണ മുറിയുടെ വാതിൽക്കൽ ഞാൻ 2 ഉറുപ്പ്യ ചുരുട്ടി വെച്ചിട്ട് അത് മറന്നിട്ട് അങ്ങോട്ട് നടന്നില്ലേ? കുറിക്ക് കൊടുക്കാനുള്ള കാശ് ചേർന്ന് മടമ്പിലെ ലക്ഷ്യമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കീഴ്പ്പട്ടും മേപ്പട്ടും നോക്കി നിൽക്കുക. ഓർമ്മയുണ്ടാ? എൻ്റെ മുണ്ടിൻ്റെ മടിയിലാന്നാ വിചാരിച്ചതേ. മുണ്ടും കുടഞ്ഞു, 1.5 കുടഞ്ഞു. എന്നിട്ടെന്താ? കാശ് ജനാലപ്പടിയിലല്ലേ? ലക്ഷ്യമ വെറും കൈയായിട്ടാണ് അന്ന് മടങ്ങിയത്. പിറ്റേ ദിവസം കണ്ടതാ കാശ്. ഞാൻ വല്യമ്മയോട് പറഞ്ഞപ്പോൾ വല്യമ്മ പറയാ, ജാനുവിന് ഇത്ര പെരുത്ത് വയസ്സായോ ഇങ്ങനെ ഓർമ്മത്തെറ്റ് വരാന്ന്? ശരിയല്ലേ? ചെറുപ്പമായിട്ട് എന്താ വല്യമ്മേ ബുദ്ധിയും വേണ്ടേന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് വേണ്ടത്ര ബുദ്ധിയുണ്ട്, പരിഷ്കാരമുണ്ട്, ഒക്കെ ഉണ്ട് ജാനുവേ എന്ന് വല്യമ്മ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇക്കുറി കുട്ടിയുടെ പ്രസവത്തിന് നാണയമ്മയെ നിർത്താണ്ട് നിന്നെ തന്നെ നിർത്തിയത്. നാണയമ്മയ്ക്ക് എന്നോട് അന്നത്തെ തീയതിക്ക് ശേഷം ഒരു പകയാ. ഇന്നെ കണ്ടൂന്ന് നടിക്കില്ല. ചിറയിൽ പോയ പായമ്മ മഠത്തിലെ ലീലയോട് പറയുക, ഞാൻ കേട്ടെന്ന് വെച്ചിട്ടേ ദാ വരണു ഇംഗ്ലീഷ് വരീന്ന്. ഞാൻ വിട്ടുകൊടുക്കോ? എന്താ അപ്പം പറഞ്ഞ എൻ്റെ അർത്ഥം എന്ന് ഞാൻ ഉറക്കെ ചോദിച്ചു. ഇന്നെ മാത്രം ഇംഗ്ലീഷ് ശരിയാക്കി എൻ്റെ അർത്ഥം എന്താച്ചാ പറയും? അപ്പോൾ ആയമ്മ പറയാ, ഞാനൊരു തള്ളയല്ലേ, എനിക്ക് പരിഷ്കാരമില്ല, മുടിപ്പൂവില്ല, 3 കല്ല് വെച്ച കമ്മലും ഇല്ല. ഇന്നെ ആർക്ക് വേണം? ഇപ്പം നടക്കുന്നതൊക്കെ ഇംഗ്ലീഷ് വേറല്ലേ, പണ്ടത്തെ പോലെ അല്ലല്ലോ പെണ്ണുങ്ങൾ വരണത്. എനിക്ക് പുതിയ രീതി അറിയില്ലാന്ന്. ദാ എന്നെപ്പറ്റി പറഞ്ഞോളാ പെരുണ്ടരിക്കാരി നാണിയമ്മേ. ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നെപ്പറ്റി എന്ത് വേണമെങ്കിൽ പറഞ്ഞോളാം. തിന്ന ചോറിന് കൂറില്ലാത്തോളല്ലേ ഈ ജാനു. അവിടുത്തെ പെൺകുട്ടികളെ പറ്റി വല്ല അനാവശ്യം പറഞ്ഞാൽ ഞാൻ വെച്ചേക്കില്ല, നോക്കിക്കോളാം. എനിക്ക് കലി ഇളകിയാൽ പിന്നെ തല്ലിയോ കൊന്നൊന്നും പിന്നെ ചോദ്യമല്ല. അത് മനസ്സിലായോ? ഇന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോകുമായിരിക്കും. സാരമില്ല, എനിക്ക് ആരും ഇല്ലാത്തതല്ലേ.
തറവാടിനെ പറ്റി വല്ലൊരു അനാവശ്യം പറയണ കേൾക്കാൻ വയ്യ കമലൂടിയമ്മേ. ഓരോരുത്തരുടെ കണ്ണുകടി. എന്താ ചെയ്യണ്ട, ഞാൻ നിത്യവും ഈ മിടുക്കനെ ഉപ്പും മുളകും ഒഴിയണത് എന്തിനാച്ചിട്ടാ കമലൂടിയമ്മേ? ഇല്ലെങ്കിൽ അവറ്റ ഓരോന്ന് കരുനാക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് കുട്ടിയെ വെച്ചിക്കില്ല. അത്ര മഹാപാവികളാ നമ്മുടെ നാട്ടിലെ എൻ്റെ കമലൂടിയമ്മേ. ഒന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ ഡൽഹി തന്നെയാ നല്ല നാട്. കുനിയിട്ടും കണ്ണുകടിയും കുറേ ഭേദമായി ഇവിടെ ഞായറാഴ്ച ഹാജരാവണ ആ മദാമയുടെ കണ്ണ് മാത്രം അത്ര പിടിക്കണില്ല. കുട്ടിയെ വാരിയെടുത്ത് ഇപ്പോൾ തിന്നുന്നു തോന്നാൻ നോട്ടം കണ്ടാൽ പെറ്റിട്ടില്ലാച്ചിട്ട് ബാക്കിയുള്ളവരുടെ കുട്ടികളെ കാണുമ്പോൾ ഇങ്ങനൊരു ആർത്തി കാണിക്കോ? നല്ല സ്വഭാവമായിരിക്കും. പക്ഷെ വല്ലാത്ത ആർത്തി പിടിച്ച മട്ട അതിന്. ഇക്കെങ്കിലും ഇത്ര വെളുത്തോരെ വിശ്വാസമില്ല. വെളുത്ത പെണ്ണിനെയും വിശ്വസിക്കരുത്, തുറന്നു വെച്ച പാലിനെയും വിശ്വസിക്കരുതെന്നല്ലേ പണ്ടൊരാൾ പറഞ്ഞിടക്കണേ? ആരാ പറഞ്ഞതെന്നാ? അത്രയ്ക്ക് ഇഷ്ടമില്ല കമലൂടിയമ്മേ. പണ്ടുള്ളവരുടെ വലിയ അറിവും ബുദ്ധിയുള്ളവരല്ലേ, അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇക്കിഷ്ടമില്ല. അത് ശരിയാന്നെനിക്കറിയാം, അതുകൊണ്ടാ പറയണേ. നല്ല കഥ പറയലായി. കുട്ടി ഉണർന്നു. മിടുക്കൻ. ഉറങ്ങിക്കോളാ. ഭവാ ഉണ്ണി ഭവാ